ഓം നമോ നാരായണായ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം, ഞാൻ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ വീഡിയോയും അതിൻ്റെ ഫലങ്ങളും ഞാൻ മുന്നേ ചെയ്തിരുന്നു. ഈ ജൂലൈ 17, അതായത് കർക്കിടകം 1-ാം തീയതി മലയാള മാസം, ശനിയുടെ വക്രഗതിയിലെ സഞ്ചാരം കർക്കിടകത്തിൽ കൂടി സഞ്ചരിക്കുന്നൊരു സമയമാണ് ശനി. അതിൻ പ്രകാരം 3 നക്ഷത്ര ജാതകർക്ക് ശനി തരുന്ന വളരെ പ്രധാനമായ അത്ഭുതകരമായിട്ടുള്ള ഐശ്വര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇവിടെ വക്രഗതിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശനി കർക്കിടക മാസത്തിൽ, കൂടാതെ ശനിയുടെ മൂലക്ഷേത്രവും സ്വക്ഷേത്രത്തിലൂടെയുമുള്ള ഒരു സഞ്ചാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന നക്ഷത്ര ജാതകർക്ക് പല വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ശുഭയോഗ ഫലങ്ങളും ജീവിതത്തിൽ വന്നു ചേരുവാൻ പോവുകയാണ്. അങ്ങനെയുള്ളൊരു സമയമാണ് ഈ ശനീശ്വരൻ എന്ന് പറയുമ്പോൾ ജഗത്തിൽ വരുന്ന സകല ജീവജാലങ്ങളിലും വളരെയധികം സ്വാധീനം നടത്തുന്ന ഒരു ഗ്രഹമാണ്. ഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും ശക്തനും ശനി തന്നെയാണ്. ജ്യോതിശാസ്ത്രപരമായിട്ട് വളരെ പ്രധാനമായിട്ടുള്ളൊരു സ്ഥാനമാണ് ശനിക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ ശനിയുടെ ഓരോ രാശിമാറ്റവും വളരെ പ്രധാനവും നിർണായകവുമാണ്. ഇനിയുള്ള വരുന്ന 4 മാസം ശനി വക്രഗതിയിൽ സഞ്ചരിക്കും, എന്നിട്ട് നേർരേഖയിലേക്ക് മാറി സഞ്ചരിക്കുകയും ചെയ്യും. കൂടാതെ കർക്കിടകത്തിലൂടെ ശനിയുടെ സഞ്ചാരം എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ആയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ പറയുന്ന ചില നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അധികം ഗുണങ്ങൾ ലഭിക്കുവാൻ പോകുന്നത്. എന്ന് പറയുമ്പോൾ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. ഓർക്കാപ്പുറത്ത് തന്നെ ധനം കയ്യിൽ വന്നു ചേരുന്ന ഒരു സംഭവം വന്നു ചേരും. കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭിക്കും. നഷ്ടമായ ധനം തിരികെ ലഭിക്കും. തൊഴിലിൽ നിന്ന് ധനവരവ് ഉയർന്ന രീതിയിൽ വന്നു ചേരും. കർമ്മമേഖലയിലാണെങ്കിൽ വലിയ വളർച്ചകൾ ഉണ്ടാകും എന്നുള്ളതാണ്. വ്യവസായ രംഗങ്ങൾ വിജയത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. അനുയോജ്യമായിട്ടുള്ള വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. ബന്ധുബലം വർദ്ധിക്കും. എന്ന് വേണ്ട, ഇനിയുള്ള 4 മാസക്കാലം എന്ന് പറയുന്നത് ശനിയുടെ ഒരു ആഹ്ലാദകരമായിട്ടുള്ള വിളയാട്ട് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് എന്ന് പറയാം. ശനി എന്നത് കർമ്മകാരകനാണ്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അറിയാത്തവർക്കായി പറയുന്നു. ഈ വക്രഗതിയിലെ ശനിക്ക് നേർരേഖയിൽ സഞ്ചരിക്കുന്ന ശനിയേക്കാൾ വേഗവും ബലവും കൂടുതലായിരിക്കും. ഒരാളുടെ അല്ലെങ്കിൽ ഒരു ജാതകൻ്റെ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ശനിയുടെ ബലങ്ങൾ വന്നു ചേരുന്നത്. വക്രഗതി കൂടിയാകുമ്പോൾ തരുന്ന ബലത്തിൻ്റെ തീവ്രതയും കൂടിയിരിക്കും. ആയതിനാൽ ദയ, കരുണ, അച്ചടക്കം, അനുസരണ, സത്യസന്ധത എന്നിവയും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുകയും ചതി, വഞ്ചന എന്നിവ ചെയ്യാതിരിക്കുകയും മറ്റുള്ളവൻ്റെ ധനം അപഹരിക്കാതിരിക്കുകയും മറ്റുള്ളവൻ്റെ ധനം ആഗ്രഹിക്കാതിരിക്കുകയും മറ്റൊരാളെക്കുറിച്ച് കുറ്റങ്ങൾ പറയാതിരിക്കുകയും ചെയ്യുക. എല്ലാ നെഗറ്റീവായ കാര്യങ്ങളും മാറ്റി നിർത്തി സത്യസന്ധമായിട്ട് ജീവിച്ചാൽ ശനിയുടെ അനുഗ്രഹം അത്രമേൽ നിങ്ങളിൽ വന്നു ചേരും എന്നതിൽ യാതൊരു തർക്കവുമില്ല. 2025 ജൂലൈ 14 മുതൽ നവംബർ 28 വരെ ശനി മീനം രാശിയിൽ വക്രഗതിയിലായിരിക്കും സഞ്ചാരം. ആയതിൻ്റെ ഫലമായിട്ട് വരുന്ന ഫലങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ശനിയുടെ ശുഭദൃഷ്ടിയാൽ ഐശ്വര്യം വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് നോക്കാം. അതിൽ ആദ്യമായിട്ട് വരുന്നത് പൂയം നക്ഷത്രമാണ്. കർക്കിടക രാശിയിലാണ് പൂയം നക്ഷത്രം വരുന്നത്. പൂയം നക്ഷത്ര ജാതകർക്ക് എല്ലാ കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള ഒരു സമയം ഇനി വേറെ വരാനില്ല എന്ന് തന്നെ പറയാം. കാരണം കുറച്ച് വർഷങ്ങൾ പുറകോട്ട് പോയാൽ ഇങ്ങനെ ഒരു സമയം പൂയം നക്ഷത്ര ജാതകർക്ക് ഉണ്ടായിട്ടില്ല.
എല്ലാ ശത്രുദോഷങ്ങളും അകന്നു പോകുന്നൊരു സമയമാണ്. കുടുംബത്തിൽ വലിയ രീതിയിലുള്ള ഐശ്വര്യം വന്നു ചേരും. ധനാഗമനം പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേരും. വിവാഹയോഗം, സന്താനയോഗം, തൊഴിൽ യോഗം എന്നിവയും വിദ്യാവിജയം, സകല കാര്യങ്ങളിലും വിജയം എന്നിവയും ഈശ്വരാനുഗ്രഹവും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും. ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടും. ആരോഗ്യം നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത്. ശിരോരോഗങ്ങളിൽ ശമനമുണ്ടാകും. മാനസിക വളർച്ചയും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഈ വരുന്ന സമയമെന്ന് പറയുന്നത്, ശനിയുടെ വക്രഗതി. തുടർന്ന് വരുന്നത് അനിഴം നക്ഷത്രമാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന അനിഴം നക്ഷത്ര ജാതകർക്ക് ഈ ശനീശ്വരൻ്റെ വക്രഗതിയിലെ സഞ്ചാരം മൂലം ഈ 4 മാസക്കാലത്തോളം വിജയിക്കുവാൻ പറ്റിയ ഒരു സമയമാണ്. പല അവസരങ്ങളും നിങ്ങളെ തേടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഒരു തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് തന്നെ പരിശ്രമിക്കുക. അനുകൂല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. ചെയ്യുന്ന തൊഴിലിൽ പ്രശംസയും അംഗീകാരവും ലഭിക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. വാഹനം മാറ്റി വാങ്ങിക്കുവാൻ സാധിക്കും. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് ധനവരവ് വലിയ രീതിയിലുണ്ടാകും. ഐശ്വര്യകരമായിട്ടുള്ള ഒരു ദാമ്പത്യം കുടുംബ ജീവിതമായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത്. ബന്ധങ്ങളൊക്കെ ശക്തിപ്പെട്ടു വരും. പ്രണയബന്ധങ്ങൾക്ക് ദൃഢത വർദ്ധിക്കുന്നൊരു സമയവും അങ്ങനെയുള്ള ചില പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്യും. വിദ്യാബലം വർദ്ധിക്കുകയും വിജയവും പ്രതീക്ഷിക്കാവുന്ന വളരെ നല്ലൊരു സമയമാണ് നിങ്ങൾക്കും വന്നു ചേരുന്നത്. തുടർന്ന് വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. മീനം രാശിയിൽ വരുന്ന ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് ശനിയുടെ ഈ വക്രഗതിയിലെ സഞ്ചാരം മൂലം ദുഃഖപൂരിതമായിട്ടുള്ള ദിനങ്ങളുടെ അവസാനമാണ് കാണുവാൻ പോകുന്നത്. നഷ്ടമായെന്ന് കരുതിയ ധനം, ഭൂമി, വാഹനം, ബന്ധങ്ങൾ എന്നിവ തിരികെ ലഭിക്കുവാനുള്ള യോഗം ഉണ്ടാകും. കോടതി കേസ് എന്നിവ മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തൊഴിൽപരമായിട്ട് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ബന്ധുക്കൾ തമ്മിലുള്ള കലഹങ്ങൾ, ബന്ധുജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതൊക്കെ അവസാനിച്ച് അവർ തമ്മിൽ ഒന്നിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് ബന്ധുക്കൾ മാത്രമല്ല, സുഹൃത്തുക്കളോ ഒപ്പം ജോലി ചെയ്യുന്നവരോ ഒക്കെ ആവാം ഇതിനകത്ത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു സമയമാണ്. സാമ്പത്തികമായ ഉയർച്ചയുടെ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. നിക്ഷേപങ്ങൾ വഴിയൊക്കെ ലാഭം വന്നു ചേരും. ഐശ്വര്യം, സന്തോഷം എന്നിവ വന്നു ചേരുന്ന സമയം. കുടുംബപരമായിട്ടും മാനസികപരമായിട്ടുമൊക്കെ ഉണർവുണ്ടാകുന്ന സമയം കൂടിയാണിത്. ഈ രീതിയിലാണ് കർക്കിടകത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ വരുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നത്, പൂയം, അനിഴം, ഉത്രട്ടാതി 3 നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഞാൻ പറഞ്ഞത്. ഈ പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട ജാതകർക്ക് നേരായ മാർഗത്തിലൂടെ അല്ല ജീവിക്കുന്നവരെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ചതി, വഞ്ചന, മറ്റ് കാര്യങ്ങളൊക്കെ, ക്രൂരമായ പ്രവൃത്തികളൊക്കെ വച്ച് ജീവിക്കുന്നവർക്ക് ഈ ഫലങ്ങളൊന്നും ഈ രീതിയിലായിരിക്കില്ല വരുന്നത്. ഇതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വിപരീത ഫലങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഏത് നല്ല കാര്യം ചെയ്യുന്നു ആ നല്ല കാര്യങ്ങൾക്കുള്ള ശുഭകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ദോഷം ചെയ്താൽ ദോഷകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ഇത് മറക്കാതിരിക്കുക. ഈ രീതിയിലായിരിക്കും ശനി ഏതൊരു ജാതകനും ഫലങ്ങൾ തരുന്നത് എന്ന് പറയാം. കൂടാതെ നിങ്ങൾ ഈ ഒരു 4 മാസക്കാലത്തോളം തന്നെ നിങ്ങൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നവഗ്രഹ പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക. ശനീശ്വരനെ പ്രാർത്ഥിക്കുക. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യഥാവിധി നടത്തി കൊണ്ടുപോകുവാൻ കൂടി ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ, ശനീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.